തിരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ കനം കുറയ്ക്കുവാനാണ് CPM ശ്രമമെന്നും LDFിലെ ഇരുമുന്നണികളും തോൽവിയിൽ രണ്ട് അഭിപ്രായമാണ് പറയുന്നതെന്നും STU സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഹ്മത്തുള്ള മലപ്പുറത്ത് ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ STU കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനുവരി 31, ഫെബ്രുവരി 1, 2 തീയതികളിലായി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുന്ന STU സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് മോട്ടോർ തൊഴിലാളി യൂണിയൻ മലപ്പുറം വെച്ച് ചേർന്ന ജില്ലാ കൺവെൻഷനിലാണ് ഇടതുപക്ഷത്തിനെതിരെ M. റഹ്മത്തുള്ള സംസാരിച്ചത്. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിലേക്കുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM തയ്യാറായിട്ടുണ്ട്. ഇന്നലെയാണ് ഇടതുപക്ഷ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് പരിശോധന ഏതാണ്ട് പുറത്തു വന്നു. രണ്ടും വ്യത്യസ്തമാണ്. CPM പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ്, ജനങ്ങളുടെ ഒരു ഹിതപരിശോധനയാണ്. ജനങ്ങൾക്ക് ഈ സർക്കാരിനെതിരായി ഒരു വലിയ വികാരം, ഒരു ആന്റി ഇൻകംബൻസി കേരളത്തിലുണ്ട് എന്ന് CPM പറയുമ്പോൾ അങ്ങനെ ഒന്നേ ഇല്ല എന്നുള്ളതാണ് CPM പറഞ്ഞത്. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുന്ന സമ്മേളനം ഇടതുഭരണത്തിനെതിരെയുള്ള ജനവിധി നിർണയിക്കുന്നതാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോട്ടോർ തൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലയിലുള്ള 5000 അംഗങ്ങളെ പങ്കെടുപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് VAK തങ്ങൾ പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി അടുവണ്ണി മുഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലയിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചവരെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഹ്മത്തുള്ള പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ VAK തങ്ങൾ അധ്യക്ഷനായി. സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സംസാരിച്ചു. ന്യൂസ് 99 മലപ്പുറം. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.